നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കർണാടകയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മലയാളി സഞ്ചാരികളെ കാണാതാകുന്നത് തുടർച്ചയാകുന്നു. കുടകിൽ ട്രക്കിങ്ങിനിടെ ശരണ്യ എന്ന യുവതിയെ കാണാതായതിന് പിന്നാലെ ചിക്കമംഗ്ലൂരിലെ പ്രശസ്തമായ മുളയനിഗിരിയിൽ മറ്റൊരു മലയാളി പെൺകുട്ടിയെ കൂടി കാണാതായി എന്നുള്ള വാർത്തകൾ മലയാളികളെ ഞെട്ടിക്കുകയാണ്. വിനോദയാത്രയ്ക്കിടെ ചിക്കമംഗ്ലൂരിൽ കാണാതായ മലയാളി വിദ്യാർത്ഥിനിക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസവും വിഫലം. പാലക്കാട് കടമ്പഴിപ്പുറത്ത് രമേശ് രോഹിണി ദമ്പതിമാരുടെ മകൾ ശ്രീനന്ദയെയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ കാണാതായത്. 15 വയസ്സ് മാത്രമാണ് പെൺകുട്ടിക്ക് പ്രായം. കുട്ടിയെ കാണാതായി 3 ദിവസം പിന്നിട്ടെങ്കിലും കുട്ടിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കെത്തിയ കുട്ടിയെ ചിക്കമംഗ്ലൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപത്ത് നിന്നാണ് കാണാതായത്. മാതാപിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ 40ഓളം പേരടങ്ങുന്ന വലിയൊരു സംഘത്തോടൊപ്പമാണ് ശ്രീനന്ദ വിനോദയാത്രയ്ക്കെത്തിയത്. ഈ പറയുന്ന 40ഓളം വരുന്ന കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ എത്തിയ വിദ്യാർത്ഥിനിയെയാണ് നിമിഷങ്ങൾക്കകം കാണാതായിരിക്കുന്നത്. ശ്രീനന്ദ എവിടെ പോയി എന്ന ചോദ്യത്തിന് മുന്നിലും കാട് മൗനം പാലിക്കുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ ചന്ദ്രദ്രോണ പർവ്വതനിരയിലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം വെച്ചാണ് ശ്രീനന്ദയെ സംഘത്തിൽ നിന്നും കാണാതായത്. വൈകിട്ട് 6 മണിയോടെ കുന്നിറങ്ങുന്നതിനിടെ കുട്ടി സംഘത്തിൽ നിന്നും വേർപെട്ടു പോവുകയായിരുന്നു. ഒരുപക്ഷെ 40ഓളം ആളുകൾ ഉണ്ടായിരുന്നതിനാൽ ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചു കാണില്ല. വൈകുന്നേരം 5:30ഓടെ മൂടൽമഞ്ഞും വെളിച്ചക്കുറവും അനുഭവപ്പെട്ടു തുടങ്ങിയ സമയത്താണ് കുട്ടി സംഘത്തിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷയായത്. കൂടെ ഉണ്ടായിരുന്നവർ നിമിഷ നേരം കൊണ്ട് ചുറ്റും നോക്കിയെങ്കിലും ശ്രീനന്ദയെ കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ പ്രാഥമിക തിരച്ചിലുകൾ പരാജയപ്പെട്ടതോടെയാണ് പോലീസിനെയും വനം വകുപ്പിനെയും വിവരമറിയിച്ചത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിലും ബാബുഡാൻ ഗിരികുന്നിലും വ്യാഴാഴ്ചയും വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബാബുഡാൻ കുന്നിലെ 300 അടി താഴ്ചയിൽ വരെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് വ്യാഴാഴ്ച പരിശോധന നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. വെള്ളച്ചാട്ടത്തിൽ വീണെന്ന് സംശയമുയർന്നെങ്കിലും തിരച്ചിലിന് ശേഷം പോലീസ് ആ സാധ്യത തള്ളി. പോലീസും വനംവകുപ്പും ദുരന്ത നിവാരണ സേനയും ചേർന്ന് നടത്തുന്ന തിരച്ചിലിൽ ഡോഗ് സ്ക്വാഡുമുണ്ട്. ഡ്രോൺ ക്യാമറകളും വിന്യസിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ കൂടെ ഉണ്ടായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന മറ്റ് കുട്ടികൾക്കൊപ്പൊക്കെ ശ്രീനന്ദ ഫോട്ടോയും എടുത്തിരുന്നു. ആ ഫോട്ടോയും എടുത്ത് 4 മിനിറ്റിനുള്ളിൽ നിന്നാണ് യാത്രാ സംഘത്തിൽ നിന്നും കുട്ടിയെ കാണാതാകുന്നത്. സംഘം തിരിച്ചിറങ്ങുന്നതിനിടെയാണ് ഒരാൾ തങ്ങളുടെ കൂട്ടത്തിലില്ല എന്നുള്ള വിവരം അറിയുന്നത്. ഇതിനിടെ മകളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്ന് സംശയമുള്ളതായും ഉടൻ കണ്ടുപിടിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ചിക്കമംഗ്ലൂരു നോർത്ത് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരത്തിലെത്തിയ 40ഓളം കുടുംബാംഗങ്ങളുടെ സംഘത്തിലെ അംഗമായിരുന്നു ശ്രീനന്ദ. പാലക്കാട് നിന്നുള്ള സംഘം സന്ദർശിക്കുമ്പോൾ മറ്റു 10 പേർ കൂടി വ്യൂ പോയിന്റിലുണ്ടായിരുന്നു. ഇവരെ തിരിച്ചറിയാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. ശ്രീനന്ദയ്ക്കൊപ്പം എത്തിയ 40 അംഗ സംഘത്തിലെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെ 15 പേർ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ സ്ഥലത്ത് തങ്ങുന്നുണ്ട്. ചിക്കമംഗ്ലൂരു ഡെപ്യൂട്ടി കമ്മീഷണർ NM നാഗരാജ, പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്രകുമാർ ദയാമ എന്നിവർ നേരിട്ടാണ് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ദുരന്ത നിവാരണ സേന, വനം ജീവനക്കാർ, പോലീസ്, അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. കുട്ടിക്കായി തിരച്ചിൽ ഊർജിതമാക്കണമെന്നും വനമന്ത്രി ഈശ്വർ ബി ഖന്ദ്രെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാണാതായ ആ നിമിഷം മുതൽ തന്നെ പോലീസും വനവകുപ്പും നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ പകൽ കാണുന്ന സൗന്ദര്യമൊന്നും തന്നെ കാടിന് രാത്രിയായാൽ ഉണ്ടാവില്ല. സ്വഭാവം മാറും. ഒരുതരം ഭീകരതയാണ് പിന്നീട് ചുറ്റും നിഴലിക്കുക. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. രാത്രി 8 മണിയോടെ പ്രദേശം കനത്ത മൂടൽമഞ്ഞിലും ഇരുട്ടിലും അമരുന്നത് രക്ഷാപ്രവർത്തനത്തിനും വലിയ തടസ്സമാണ്. കുത്തനെയുള്ള ചെരിവുകളും ഇടതൂർന്ന പുൽമേടുകളും നിറഞ്ഞ മാണിക്യധാര പ്രദേശം അപകട സാധ്യതയേറിയ ഇടമാണ്.
വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള വനമേഖലയായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വനമേഖല അരിച്ചു പെറുക്കിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. പെൺകുട്ടി വഴിതെറ്റി ഉൾവനത്തിലേക്ക് പോയതാണോ അതോ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടകിൽ ശരണ്യ എന്ന പെൺകുട്ടിയെ കാണാതായ സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുൻപേ ഉണ്ടായ ഈ തിരോധാനം കർണാടകയിലെത്തുന്ന മലയാളി വിനോദസഞ്ചാരികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. അപരിചിതമായ വനമേഖലകളിൽ ട്രക്കിങ്ങിനും മറ്റും പോകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും വനവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ശ്രീനന്ദയെ എത്രയും വേഗം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും. ശ്രീനന്ദയെ വന്യമൃഗങ്ങൾ ആക്രമിച്ചതാകുമോ അതോ അബദ്ധത്തിൽ കൊക്കയിലേക്ക് വീണതാകുമോ എന്ന സംശയത്തിലാണ് ഒരു വിഭാഗം. എന്നാൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന മാണിക്യധാര വ്യൂ പോയിന്റിന്റെ സമീപത്ത് നിന്ന് ഇത്ര പെട്ടെന്ന് ഒരാളെ കാണാതാകുന്നത് തികച്ചും അസ്വാഭാവികമാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. ചന്ദ്രദ്രോണ മലനിരകളുടെ ഉൾപ്രദേശങ്ങളിലേക്ക് കുട്ടി വഴിതെറ്റിപ്പോയിരിക്കാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട്. പോലീസും സന്നദ്ധ പ്രവർത്തകരും വനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ്. പശ്ചിമഘട്ടത്തിലെ കുത്തനെയുള്ള കുന്നുകളും ഇടതൂർന്ന വനവും വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും അഗ്നിശമന സേനയും പോലീസും ഉദ്യോഗസ്ഥരും പെൺകുട്ടിക്കായി സംയുക്ത പ്രവർത്തനം നടത്തുകയാണ്. കടമ്പഴി പുറത്തു നിന്ന് ആവേശത്തോടെ യാത്ര തിരിച്ച ശ്രീനന്ദയുടെ കുടുംബം ഇപ്പോൾ കടുത്ത മാനസിക വിഷമത്തിലാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കുട്ടി. ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ആത്മവിശ്വാസം കൈവിടാതെ മകൾക്കായി പ്രാർത്ഥനയോടെ ചിക്കമംഗളൂരിൽ തുടരുകയാണ്. നാട്ടിൽ നിന്നും കൂടുതൽ ബന്ധുക്കൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിനോദയാത്രയ്ക്കിടെ കാണാതാവുന്ന സംഭവം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളും പ്രശ്നങ്ങളും ഒഴിവാക്കാൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. കൂർഗിൽ ട്രക്കിങ്ങിനിടെ വഴിതെറ്റി കാട്ടിലകപ്പെട്ട കോഴിക്കോട് നാദാപുരം സ്വദേശി ശരണ്യയുടെ വാർത്ത ദിവസങ്ങൾക്ക് മുമ്പാണ് മാധ്യമങ്ങളിൽ വന്നത്. 4 ദിവസത്തിന് ശേഷം ശരണ്യയെ കണ്ടെത്തുകയായിരുന്നു. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീനന്ദയുടെ കാര്യത്തിലും എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ശ്രീനന്ദയെ കണ്ടെത്താനുള്ള അഭ്യർത്ഥനകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കാടിന്റെ വന്യതയ്ക്കുള്ളിൽ ശ്രീനന്ദ ഒറ്റപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ചിന്ത എല്ലാവരെയും വേദനിപ്പിക്കുന്നു. വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പാറക്കൂട്ടങ്ങളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശം വഴുക്കലുള്ളതാണ്. ഇവിടെ കാൽ വഴുതി വീണാൽ പെട്ടെന്ന് കണ്ടെത്തുക പ്രയാസമാണ്. ഇതുകൂടാതെ പ്രദേശത്ത് കാട്ടുപോത്തുകളുടെയും പുലിയുടെയും സാന്നിധ്യം ഉള്ളതിനാൽ തിരച്ചിൽ സംഘം അതീവ ജാഗ്രതയിലാണ്. അന്വേഷണം ഊർജിതമാക്കാൻ കർണാടക സർക്കാർ പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പോലീസും കർണാടക പോലീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ചിക്കമംഗളൂർ SP ജയകുമാർ നേരിട്ട് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. സംശയകരമായ രീതിയിൽ ആരെങ്കിലും പ്രദേശത്ത് കണ്ടിരുന്നോ എന്ന് കണ്ടെത്താൻ സമീപത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ചിക്കമംഗളൂർ മലനിരകളിൽ ശ്രീനന്ദയെ കാത്തിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവിൽ തിരച്ചിൽ സംഘം മുന്നോട്ട് പോവുകയാണ്. വിനോദയാത്രയുടെ സന്തോഷം കണ്ണീരായി മാറിയ ഈ സംഭവം പശ്ചിമഘട്ടത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ശ്രീനന്ദ സുരക്ഷിതയായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കേരളം.